ആനതാ ചെങ്ങ വിട്ടോട്ടെ റോഡിന്റെ മുകളിൽ ഇല്ല നീ എടുക്ക മറ്റേ വണ്ടിയെല്ലാം ചവിട്ടിട്ടുണ്ട് അവിടെ വീട്ടിൽ എനിക്ക് കണ്ടന്റാന്ന് നീ വേം വീട് അവിടെ കുട്ടിയാനുണ്ട് കുട്ടിയുണ്ട് വീടുണ്ട് ഇതാ ഇവിടെ ബൈക്ക് ചവിട്ടിട്ട ബൈക്കാരൻ ചവിട്ടിട്ടുണ്ടോ അടുത്ത നമ്മയാന്ന് അടി ഇങ്ങോട്ടേക്കട വരുന്നത് അടി ഇത് പടയാനാന്ന് ആണല്ല അതുകൊണ്ട് സീനില്ല അങ്ങ് എന്നെ കണ്ട ഞാനെന്റെ ഇല്ലില്ല എടാ നല്ല ഇല്ല ആന റോഡിലേക്ക് അതാ പോയിടാ റോഡിലേക്ക് ഇറങ്ങുന്നില്ല വണ്ടി നോക്കുന്നുണ്ട് വണ്ടി നോക്കിക്കൊണ്ടാ പോന്ന് ജംഷീക്ക ഫോണിൽ ഐഫോണിൽ ഇട്ടിട്ടതാ ഞാനും വീഡിയോ എടുക്കട്ടെ മെല്ലെ 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 മെല്ല ഇതാ വിടല്ല മെല്ലെ റോഡിലുണ്ട് ഇതാ പാസ്സായി ഇതേടെ ഇന്നോവ ചവിട്ടി വിട്ടോ ഇന്നോവക്കാരെ കാട്ടി കയറ്റിട്ട് ആനക്ക് ചവിട്ടാൻ കൊടുക്കാനാ അല്ല അപ്പിക്ക് ഇട്ട് കൊടുത്താ അപ്പിക്ക് എന്റെ മോൻ നല്ല വാങ്ങിട്ട് ഇതുപോലെ എനിക്ക് ദസറക്ക് പോയിട്ട് വരുമ്പോ കിട്ടീനി പക്ഷെ അത് കൊറേ 5-6 എടുത്തിട്ടില്ല ഞാനെടുത്തിനി എന്റെ ഒരു റെക്കോർഡ് ലൈവല്ല റെക്കോർഡാന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാ മതിയല്ലേ വണ്ടി വെറുതെ പോയി പോയിടും മുമ്പില് പക്ഷെ അത് റോഡ് മേനെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇത് നമുക്ക് റോഡ് മേലെ ഉണ്ടായി ഞാൻ കാണിച്ചതില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ദൂരെന്ന് നമ്മ കണ്ടിരി പക്ഷെ അത് രണ്ടും പിടിയാണ് പക്ഷെ എനിക്ക് ചെറിയ കൊമ്പ് കണ്ട പോലെ ചെറുങ്ങനെ തിരിഞ്ഞാ മതി ജീവൻ പോകും ആണല്ലാന്നെങ്കിലേ സീനില്ലൂടാ വണ്ടി അങ്ങനെ തന്നെ ഒന്ന് മുത്തം വെച്ചാ ഓടിയും അല്ലെ ജസ്റ്റ് ഒന്ന് അവര് വെച്ചാ മതി മുത്തലം വെക്കുന്നുണ്ട് എന്നിട്ട് അറിയാത്തോണ്ട് അവര് മുത്തം വണ്ടിക്ക് സീൻ തന്നെയാന്ന് ഇത് ഇടക്കിടക്ക് ഹമ്പ് കൊടുത്തിനട്ടാ ഇത് മൃഗങ്ങളിലുണ്ടാടാ എന്നടാ കൽപ്പവാസ് അടിച്ചതിന് ശേഷം വെച്ചതാ കൽപ്പവാസ് ശരിക്കും അടിച്ചിനാ പിന്നെ എന്നോട് ആരോ പറഞ്ഞു ആന അടിച്ചിട്ട് ഡ്രൈവർ മരിച്ചിരുന്നു ആന അടിച്ചിനല്ലേ എന്നോട് ആരാ പറഞ്ഞിനമ്മോ ആരോ പറഞ്ഞിട്ടാ അടിച്ചിന് 1.5 അടി അപ്പൊ കൽപ്പവാസ് അടിച്ചാ പിന്നെ ചിന്തിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല മൃഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് കണ്ടില്ലേ മൃഗങ്ങളെ കണ്ടു കാണിച്ചു തരുമെന്ന് പറഞ്ഞാ ആസപ്പ് കാണിച്ചു കൊരങ്ങിതാ പിന്നെ ഇഷ്ടം പോലെ കണ്ടോ കൊരങ്ങിതാ മാനുണ്ടാവും ഈ ഭാഗത്തുണ്ടാവില്ലല്ലേ ഈ സൈഡില് ഇങ്ങനെ പുള്ളി മാനുണ്ടാവും മാന് കണ്ടുകൊണ്ട് മടുത്തു മാനെ കൊണ്ട് ഫോൺ വെച്ച ആന റോഡ് മേലെ ആന വിളിക്കാം ഒരു മിനിറ്റ് ഭയങ്കര ഒറിജിനാലിറ്റി ആക്കി ആലോചിച്ചോ ഭയങ്കര ഒറിജിനാലിറ്റി വിശേഷാണ് ടെൻഷൻ കേട്ടണ്ട ഇതിപ്പോ എത്തിയതാ ഇതാടാ ഇവിടെ പോയി അമ്പലം കണ്ടോ അമ്പലം കണ്ടോ അവിടെ ഉണ്ടായി 2-3 പ്രശ്നം നമ്മ ഈ അമ്പലത്തിന്റെ ഈ ഭാഗത്താന്ന് അന്ന് ആന കണ്ടത് 5-6 ആന ക്രോസ് ചെയ്യുന്നടാ നല്ലന്നെ ഞാൻ കാണിച്ചു തരും പറഞ്ഞാൽ കാണിച്ചൊന്നുമില്ല അതാ എന്നും ഉണ്ടാവും ഉണ്ടെങ്കിൽ കാണിച്ചു തരും ഇനി എനിക്ക് വേണ്ടത് പുലി മുതൽ സിംഹത്തിനാണെങ്കിൽ ബണ്ണാർക്കോട്ട പോയാൽ മതി അവിടെ ലൈവായിട്ട് കാണാം കാട്ടിൽ തന്നെ കാണണം എന്നാലും അതിന് കാട്ടിലെ മൃഗങ്ങളെ കാട്ടിലെ കൂടി പിന്നെ ബസ് യാത്ര അല്ലാണ്ട് ഈ മൃഗശാലയിലൊന്നും എനിക്ക് ഇഷ്ടമല്ല ഫേസ് ടു ഫേസ് കാണാം അടുത്ത നമുക്കൊരു ട്രിപ്പ് അടിക്കണം ഒരു ലോങ് ട്രിപ്പ് ഒന്നുകൂടി പറഞ്ഞ അടുത്ത വരുത്തിന് നമുക്ക് എന്തായാലും ഒരു മറ്റേ ഇതില്ലേ ഈ അവരെ ബസ്സിന് ഗ്രില്ലല്ലേ ഉണ്ടായാല് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കൊരങ്ങന്മാരെ കാണിച്ചു ഞാൻ കാര്യം പറഞ്ഞുതരാം കുറച്ച് കൊരങ്ങന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് മുഖല ചോന്നിട്ടാടാ ഇല്ല എന്റെ ക്യാമറ എടുത്തോണ്ട് പോയേക്കണം ഞാൻ ആരോന്നോ കൊടുത്തിനടാ ദോശ തിന്നുണ്ട് മസാല ദോശ തിന്നുന്നുണ്ട് പിന്നെണ്ടല്ലോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ ഞാനല്ലാട്ടാ ജംഷീർക്ക ഗൾഫിൽ പോയി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ട് പറഞ്ഞത് ജംഷീർക്കൊക്കെ എത്ര മണിക്കാ ഫ്ലൈറ്റ് ജംഷീർക്ക 1 മണിക്ക് എയർപോർട്ടിലെത്തണം
കൊരങ്ങടാ അത് ഇതാണ് ഇത് പൊത്ത. അത് പാമ്പിന്റെ പൊത്താം. അപ്പൊ ജംഷീർ ഖാൻ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നേട്ടാ. ഞാനും മാടുവിന്റെ വൈഫും കുട്ടികളും ഉണ്ടായി. അപ്പൊ അവരെ വീട്ടിലാക്കി നമ്മള് പോകുന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോ അവരെ എടുക്കും അല്ലേ? തിരിച്ചു വരുമ്പോ നമ്മള് വേറെ എല്ലാം പോകുന്നുണ്ട്. ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മള് മാർക്കറ്റിലേക്കെല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. മാർക്കറ്റും എടലോ പോകാൻ നമുക്ക് ഇതെല്ലാം മാടും എണ്ണ അടിക്കുന്നത് പോകുന്നു. ഞാൻ ഇവിടെ ഇതിലോണ്ട് മാടും ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ അമ്മ ജംഷീർക്ക് എത്ര മണിക്കാ? 2 മണിക്ക് 3 മണിക്കാരുടെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് നേരെ പോയിട്ട് പിന്നെന്താ അമ്മ അവിടെ പറഞ്ഞു നിർത്തിയ ജംഷീർക്കാ നമ്മളിനി വന്നതിനാ ട്രിപ്പ് പോകുന്നു അല്ലേ? അപ്പോ നമ്മളങ്ങനെ ഒരു ബണ്ണാർഘട്ടി മറ്റേ ബസ്സിലെ ബസ്സിന്റെ ആ ഒരു ഹോൾസും കൂടി ഉണ്ടാവില്ലേ? ആ ഹോൾസിലെ കൂടി പിന്നെ പുലി കൈയിട്ടിട്ട് മാന്തിയത് ഒരു പെണ്ണുങ്ങളെ. അത് ഭയങ്കര സംഭവം കേട്ടോ. അവര് ആക്കീനാണ് സമ്മതിക്കണ്ടേ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു കൂട്ടിന്റെ ഉള്ളിൽ കയറും, അന്നേരം ബാക്കിലത്തെ ഗേറ്റ് അടക്കും, അന്നേരം ഫ്രണ്ടിലത്തെ ഗേറ്റ് ഓപ്പൺ ആക്കും, അന്നേരം ബസ് പോകും. എന്നിട്ട് അടുത്ത ആ ഏരിയയിലെ മൃഗങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കയറുമ്പോ പിന്നെ അതേപോലത്തെ ഒരു കൂട്ടിനുള്ളിൽ കയറും ബസ്. അന്നേരം ഇപ്പുറത്തെ ഗേറ്റ് മൂടും, എന്നിട്ട് ഇപ്പുറത്തെ ഗേറ്റ് ഓപ്പൺ ആക്കി തരും. ഇഞ്ചി കിട്ടോ ചെറിയ ഇഞ്ചി പിന്നെ ഉണ്ടല്ലോ ഇഞ്ചി വിൽക്കാൻ കിട്ടുന്നില്ല ഇവിടെ തോട്ടത്തില്. നമ്മളന്ന് കിട്ടും ദസറക്ക് അത് തിരിച്ചു നമുക്ക് വാങ്ങടാ. ഇഞ്ചി കിഴങ്ങ് ഇഞ്ചി എനിക്ക് വേണ്ട. കണ്ട ഇഞ്ചി കിട്ടുന്നുണ്ടോ? ആ തോട്ടത്തിൽ നിന്ന് പിള്ളേരെ മാട്ടിക്കൊണ്ടിരുന്ന 80 അല്ല ഞാൻ അപ്പുറം നോക്കി തരാം. അത് അവിടെ ഉണ്ടാവും പിള്ളേർ. ഇത് പിള്ളേര് തോട്ടത്തിൽ നിന്ന് അടി വലിച്ചിട്ട് 20-30 പറയാൻ കഴിയില്ലേ? ആയിരിക്കും തോന്നുന്നു. 20-30 കിട്ടിയ സാധനം തരും. കാരണം ഇവിടുന്നെല്ലാം ബൾക്കായിട്ട് മൈസൂര് ഇവിടത്തേക്ക് പോന്നിയാലേ ഇഞ്ചി ഉണ്ടെങ്കിലും റേറ്റ് ചോദിച്ചാൽ. കാരണം ഇവിടുത്തെ തോട്ടത്തിൽ നിന്നെല്ലാം ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്നതാണ്. അറബിയിൽ കുറച്ച് ഞാൻ മറിച്ചിടണം. ഉണ്ടാവും. ഇനി ബുക്കുന്നുണ്ട്, റോഡ് സൈഡിൽ നിന്ന് ബുക്കുന്നുണ്ടാവും. പിള്ളേരെ റേറ്റ് കുറച്ച് തരും. ഇത് ആരോ കുടുംബക്കാരാണ് നമ്മള് അല്ല ജംഷീക്ക. ഈ വീടോ? ഈ പീടിയ അപ്പി പറയുന്നുണ്ടായി. അറിയുന്നത് നിങ്ങൾ അറിയുന്നത് മനസ്സിലാക്കറിയ മാടും ഉണ്ടല്ലോ പറയുന്നുണ്ടായി. മറന്നു പോയി. മാടും എനിക്കൊരു ഓർമ്മ ഉണ്ടാ. സത്യത്തിലുണ്ടല്ലോ റേഞ്ച് പോയില്ല. 5 ചവിട്ടി കൂട്ടിയാലും റേഞ്ചിന് ആ ഇതും കൂടി കിടക്കണം, അപ്പുറത്തെ ഇതും കൂടി കിടക്കണം, എന്നാലേ കിട്ടും. ഇതാണ് മറ്റേ ഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതന്നെ ഹള്ളി ഇതല്ലൊരു ഹള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഹള്ളി വീടൊന്നല്ലടാ. എന്താ കമ്മനഹള്ളിയാ? കമ്മനഹള്ളി എന്തോ പറയല്ലേ മോഹൻലാലിന്റെ സിനിമയില് മോഹൻലാൽ ചോദിക്കുന്ന മറ്റേ തേന്മാവിൻ കുമ്പത്തില് എന്താ വഴിപടെ എന്ത് ഹള്ളിയാടാ? കിട്ടാണ്ടായി. എനിക്ക് കിട്ടുന്നതാണ് ഇപ്പൊ കിട്ടാണ്ടായി. കമ്മനഹള്ളിയാ. അത് ആലോചിച്ചാ കിട്ടാണ്ടായി കേട്ടാ. ഏത് ഹള്ളി പിള്ളേർ മൂത്രയ്ക്കാൻ നിർത്തിയതോ കണ്ടാ? അതെന്ത് ഉടായിപ്പോണ്ട് പിള്ളേർ കൂടെ കാട് ചെയ്യാനാ. ഇനി കൃഷിത്തോട്ടം എത്തി പറയും പോലെ കാട് ചെയ്യാന്. ഇനി ഇഞ്ചി ഇനിയുള്ള മെയിൻ കൃഷി വെച്ചാല് ഇഞ്ചി. അതാ ഇഞ്ചിക്കാരനതാ. ഇഞ്ചി, കാബേജ്, പിന്നെ നമ്മളെ ഇതില്ലേ ചോളത്തിന്റെ മെയിൻ ഇഞ്ചിന്റെ വില വെച്ചടാ. ഇഞ്ചിക്കാരനതാ ഇഞ്ചിക്കാരൻ. 60 അല്ല എത്ര റേറ്റ് എത്ര? കിലോ 50. 50. നമുക്ക് സമയമില്ല. ആ മോനെ പോയിക്കോ. 50 കണ്ടാ? എത്ര റേറ്റ്? എങ്ങനെയുണ്ട്? നല്ല തന്നെ. ഓനിക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല. നീ എന്താ ചോദിച്ചത്? ഓനിക്ക് തിരിഞ്ഞിട്ടില്ല. ഓൻ പിന്നെ സുമാർ 60 അതെന്താ ഓബിയാസിന് ആ കർണാടക വണ്ടിയല്ലേ, ആകെ ഇതായി പോയേ. നീ 60 അങ്ങോട്ട് പറഞ്ഞു. ഞാൻ നീ എന്തിനാ ചോദിച്ചു? അവനെന്തോ 60, ഞാൻ 60 ചോദിച്ചു. എന്നാലും അവന് 50 ആക്കി. അതിന് 30 ആക്കാൻ കഴിയും. കുറച്ച് നോക്കിയാൽ കിട്ടും. കണ്ടാ ഇവിടെ ഇഞ്ചിന്റെ റേറ്റ്. നമ്മുടെ നാട്ടിലത്തെ ഇഞ്ചിന്റെ റേറ്റ്
കിലോനാ. അപ്പൊ ഇവിടെ ഒരു 50 ഉറുപ്പ്യക്ക് ഇപ്പൊ ഒരു ചെക്കൻ തരാന്ന് പറഞ്ഞു. അതിന് വില വേശിക്കാൻ ഒരു 30 ഉറുപ്പ്യക്ക് 40 ഉറുപ്പ്യക്ക് നമുക്ക് പിടിക്കാൻ കഴിയും അല്ലേ? കിട്ടൂലേ? 25 രൂപ കിട്ടും. 25 ഉറുപ്പ്യക്ക് നമ്മളെ മാട് തരാന്ന് പറയുന്നുണ്ട്. മാട് തരാന്ന് പറയുന്നുണ്ട് 25 ഉറുപ്പ്യക്ക്. ഓക്കെ, അപ്പൊ 25 പോട്ട് ഒരു 40 കൂട്ട്. എന്നാലും ഒരു കൂടിച്ചെടുത്ത് വരണമെന്നുണ്ട്. ഒന്നര മാട് ഉൻസൂരത്താനായി ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാ. ഇനി വേറെ ഐറ്റംസ് കാണാം നമുക്ക് വേറെ പല ഐറ്റംസ്. മൃഗങ്ങൾ കഴിഞ്ഞു, മൃഗങ്ങൾ പോയി. ആനെ കൺസെന്ന് വിട്ട്. നായ്ക്കളുണ്ട് ഇഷ്ടം പോലെ റോഡില്. ഇനി അവിടെ നമ്മ ഈടണ്ടല്ലോ ചോളത്തിനെ കൃഷിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരാളെ നമുക്ക് ചോളം തന്ന്. അപ്പത്തേക്കോ മറ്റേ വിത്താക്കാൻ വെച്ച സാധനം ചോന്ന കളർ അതിനിടാ. അത് വിത്ത് ആ തോട്ടത്തിൽ അങ്ങനെ ഫുള്ളുണ്ടത്. എന്നിട്ട് നമ്മളോട് പറിച്ചിട്ട് നമുക്ക് തന്നിട്ട് തിന്നോന്നല്ലേ. എങ്ങനെയൊന്നും ഇത് കല്ല് പോലെ ഉണ്ട് സാധനം. അങ്ങനെ പൊരക്കൊണ്ട് തിന്നാൻ കഴിയില്ല ചോളം. എന്നാ പിന്നെ അതങ്ങനെ ആ മണ്ടനോട് എന്റെ കൂടെ ഉണ്ടായവനോട് ഞാൻ പറഞ്ഞിനി അത് പുഴുങ്ങണോ. പുഴുങ്ങിട്ട് തീച്ചൂട്ടിനെ വെക്കുന്നതാണ്. അങ്ങനെ നിന്നാ ചുട്ടിട്ട് നിന്നാ പച്ച തിന്നാൻ കഴിയില്ല. പക്ഷെ ഓൻ പറഞ്ഞ് പച്ച തിന്നാൻ കഴിയൂന്ന്. എന്നോ എനിക്കും അറിയില്ല കേട്ടാ. അന്ന് എന്റെ പരം വന്നു എനിക്ക് ഉട്ടനഹള്ളി. എടാ നമുക്ക് ആ സിനിമയില് ലേലു വല്യടാ. ആ ഇപ്പം കിട്ടി. ഇതിനാണ് ഇത്രയും കളിച്ചേ. ലേലുവല്ലി ലേലുഹള്ളി എന്താ മക്കളെ. ഇനി ഒരു ചായ ഉണ്ടല്ലോ, ഒരു ചായ കുടിക്കുന്നത്. സൂപ്പർ ചായയും കുടിച്ചിട്ട് ബാക്കി വിടും അല്ലേ? ബാക്കി നല്ല ചായ. ഇപ്പൊ അല്ല അങ്ങെത്തിയിട്ട് നമ്മ ഇവന്റെ വീട്ടിൽ നമ്മ ചായ ഇവന്റെ വൈഫ് ഹൗസ് ഇവിടെ കൊടയിലാട്ടോ. പിന്നെ താഴെ ചെയ്യാൻ കഴിയില്ലാണ്. ഒറ്റ റോഡാണ് നമ്മളെ കണ്ണൂര് പോലെ അല്ല. ഒറ്റ റോഡ് നേരെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ. അതെനിക്കറിയാം. പക്ഷെ അല്ല മൈസൂർ റോഡല്ലേ? മൈസൂർ ടു ബാംഗ്ലൂർ റോഡ്. പിന്നെ ചവിട്ടാൻ കഴിയില്ല. ഇത് ഏതാ ടൗണടാ? ഇവിടെ ഷോപ്പെല്ലാം കണ്ട ഈ ചെറിയ ചൂടെടുക്കുന്നുണ്ടോ? ഷോപ്പുകൾ ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല. ബാക്കോട്ട് ചൂടുണ്ടോ? കണ്ടോ ഇത്? കൊറേ ടിപ്പറും സാധനം. അതിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടല്ല അതിന്റെ പരസ്യം അവര് തന്നെ വിചാരിച്ചു ഇനി ഉണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വരുന്ന ഉൻസൂരത്തി മക്കളെ. ഇതിൻ്റെ ഉള്ളാണെങ്കിൽ AC ഇട്ട് തണുത്തിട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഞാൻ. എന്ത് തണുപ്പിടാ എൻ്റെ മക്കളെ. എന്താ തണുപ്പ് കുറച്ചോ. ഉൻസൂർ മാർക്കറ്റ്, ഉൻസൂർ കണ്ടോ? ഉൻസൂർ മാർക്കറ്റ് കാണൂല. അങ്ങോട്ടേക്കാ ആ സൈഡാ ആയിട്ടാ സമയാനായി. കയ്യിലങ്ങാതില്ല. ഒരു മംഗല വണ്ടി പോയി. അപ്പൊ ഉൻസൂർ മാർക്കറ്റ്. ഇതെല്ലാം മരത്തിന്റെ പരിപാടി തന്നെയല്ലടാ. കണ്ട മരം കണ്ട കമ്പിടിച്ച് മരം തന്നെ. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മരം ഇട്ടിട്ട്. എങ്ങോട്ടാ മാർക്കറ്റാടാ? ഒരു പ്രാവശ്യം മാറിച്ച് തിരിച്ചു കൊടുത്തരോ. ഷെഫിൻ പറഞ്ഞു ഇനിയല്ലേ പറഞ്ഞു അങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ. അങ്ങോട്ടാന്ന് മുൻസൂർ മാർക്കറ്റ് കഴിഞ്ഞ് സ്ഥലം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അപ്പുറം അല്ലേ? അവൻ പറഞ്ഞ് നമുക്ക് വരുമ്പം കാണാം മാർക്കറ്റ്. പച്ചക്കറികൾ, പഴങ്ങൾ, അരികൾ, സാധനങ്ങൾ. എന്നാ റോഡ് സൈഡിൽ ഫുള്ള് സാധനങ്ങൾ വെക്കുന്നുണ്ടോ? കണ്ട റോഡ് സൈഡില് എന്റെ മക്കളെ. ഏതാ റോഡ്? ബാംഗ്ലൂർ ഹൈവേ. ക്യാമറ ഉണ്ടോ പറയാ മാടോ? എന്താ റോഡ്? എങ്ങനെയുണ്ട് റോഡ്? റോഡ് കേരളത്തിൽ
വെയിറ്റ് ചെയ്യണം, ഒരു മിനിറ്റ്. അഷ്റഫ്. ഇന്നെ കാണുന്നില്ലടാ. സബ്സ്ക്രൈബ് ചെയ്യാം. അഷ്റഫ് എന്താണ്? അഷ്റഫ് കണ്ണൂര്, അഷ്റഫ് കണ്ണൂര്. കണ്ണൂർ അഷ്റഫ്. മാടു ഇപ്പം കാണുന്നുണ്ട് മാടു. പുതിയ വീഡിയോ വരാനുണ്ട്. ഈ വീഡിയോ ഇത് മറ്റന്നാള് രാത്രി 7 മണിക്ക്. മാടു പറ മോനെ. സെറ്റ് റോഡല്ലേ, ബാംഗ്ലൂർ ഹൈവേ. ഇത് അവിടെ ചവിട്ടാൻ പറ്റും അല്ലേ, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടാ അല്ല? യെസ്, മൈസൂർ ബാംഗ്ലൂർ റോഡ് NH 6 പാത. ഈ ഒരു രക്ഷയിലെ മക്കളെ മുമ്പിൽ ഓരോരോ സാധനങ്ങൾ ഇതാ ഉരുട്ടി പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ശാപം എന്ന് പറയുന്നത്. കേരളത്തിനെക്കാട്ടും ബെറ്ററാ. അത് ബെറ്ററാണ്, കുറച്ചും കൂടി മാന്യത ഉണ്ടല്ലേ. പക്ഷെ എന്നാലും ഓരോ വണ്ടിയിലുണ്ടല്ലോ സ്പീഡ് പോകേണ്ട ട്രാക്കിൽ കുറച്ച് സ്പീഡ് കുറവ്. മെല്ലാന്ന് പറയാൻ കഴിയില്ല, ഇച്ചിരി സ്പീഡ് കുറവ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി റൂട്ട് വന്നേരം കാണിച്ചു തരണമെന്ന് തോന്നി. അവിടെ വന്ന് ഡ്രൈവർ പുഷ്കു അവിടെ ഇറങ്ങാൻ വേണ്ടി ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മളെ ജംഷീക്ക വേക്കിലുണ്ട്. ഇപ്പൊ നല്ല പിടിച്ച വന്നിട്ടുണ്ട്. മാട് വെളുത്തിട്ടുണ്ട്. മാട് ഇതാ മാടുവിനെ വെളുത്തിട്ട് തന്നെയാണ്. മാട് ഭയങ്കര വെളുപ്പം അധികം പോയി ഇട്ടായി. നമുക്ക് അങ്ങനത്തെയാണ് കേട്ടാ. വീണ്ടും ടോള്, ഒരിട്ടും ടോൾ കൊടുത്തു. ഈ നേരത്തെ കൊടുത്ത് എത്ര 200 ചില്ലയാ? 212. ഇത് അടുത്ത ടോള് ബാംഗ്ലൂർ എത്താനായി. എന്താ അടുത്ത ടോൾ? ഇതിപ്പോ എത്ര കൊടുക്കണ്ട? ഇനി ഇടിയും കൊടുക്കണോ? നല്ല തന്നെ. ഫാസ്റ്റാഗ് റോഡ് ഉണ്ടായിന് മാത്രം. അപ്പൊ ഇവിടുന്നും പോയി. പക്ഷെ നല്ല റോഡായിരുന്നു കേട്ടാ, നല്ല കിടിലം പോലത്തെ റോഡ്. 212 13 200 കിലോമീറ്ററോ? അല്ല 200 പൈസ 212. 212 കൊടുത്താലെന്താ, നല്ല കിടിലം പോലത്തെ റോഡ്, അടിപൊളി റോഡ്. പൈസ 212. അപ്പൊ ഇനി ഇപ്പൊ എത്ര കൊടുക്കും നോക്കട്ടെ. ഇതാ ഇവിടെ ടോൾ ബൂത്തിൽ ചവിട്ടിട്ടുണ്ട്, നോക്കട്ടെ. ആർത്താകുമ്പോ തന്നെ ഗൂഗിൾ പേ ചോദിക്കേണ്ടി വരും. മാടു ചോദിക്കും. മാടു പോവാ. സെറ്റ് സിഗ്നൽ അപ്പൊ ഈടാ വേണ്ട, അവിടെ തന്നെ വേമിട്ട്. ആഴ്ച 200 പോയി, പോയിട്ടില്ല. ഫ്രണ്ട്സ്, ഇത് കാണുന്നതാണ് മെട്രോ. മെട്രോ വണ്ടി പോകുന്ന മെട്രോ വണ്ടി. ഇങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ രാജഗിരി പാലസ് വെജ് നോൺ വെജ്. അത് ഹോട്ടലായിരുന്നോ? വെജ് റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് മെട്രോൻ്റെ താഴെ കേട്ടോ, ബാംഗ്ലൂർ സരീസ്. അങ്ങനെ നമ്മളെത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ടെമ്പിൾ കാണുന്നു. അന്ന് സംഭവം കന്നഡ അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വായിക്കാൻ നിൽക്കുന്നില്ല, കന്നഡ അറിയില്ല. സംഭവം ബാംഗ്ലൂർ. മെട്രോ മുകളിൽ